ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ മദ്യപിച്ച് കിടന്നുറങ്ങി രണ്ടുപേർ. ട്രെയിൻ അടുത്തെത്തിയപ്പോൾ ഇരുവരും ട്രെയിനിന് മുന്നിൽ എഴുന്നേറ്റു നിന്നു. ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി ഇരുവരെയും രക്ഷപ്പെടുത്തി. ശനിയാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം. പേരെന്താ കേട്ടോ? പേരെന്താ? പേരെന്താ കേട്ടോ? പേരെന്താ? ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, ആയുസിന്റെ ബലം എന്ന് തന്നെ പറയാമല്ലേ? ഈ രണ്ടുപേരും ഇത് അറിഞ്ഞുകൊണ്ട് കിടന്നതാണോ അതോ അറിയാതെ കിടന്നതാണോ? എന്താണ് മനസ്സിലാക്കുന്നത്? നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രകാരം ഈ ഷാലിമാർ എക്സ്പ്രസ് ശനിയാഴ്ച രാത്രിയിൽ ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ യാത്ര ചെയ്ത സമയത്താണ് ഈ ലോക്കോ പൈലറ്റുമാർ ഈ രണ്ടുപേർ ഈ ട്രാക്കിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈനും സുജിത്തും വലിയ രീതിയിൽ ഹോൺ മുഴക്കിയൊക്കെ നോക്കി വരെ മാറ്റാനായിട്ട്. എന്നാൽ ആ സമയത്ത് ട്രെയിൻ അടുത്തതിന് തൊട്ടു മുമ്പ് വന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ഈ ഹോൺ മുഴക്കിയപ്പോൾ വീണ്ടും ഇവർ ട്രാക്കിലേക്ക് വീഴുകയോ കിടക്കുകയോ ചെയ്യുകയായിരുന്നു. പക്ഷേ വളരെ ശ്രമകരമായി ഇവർ ആ ട്രെയിൻ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ സമഗ്രമായി ആ ട്രെയിൻ നിർത്തുകയും പക്ഷെ അടിയിൽ കുടുങ്ങിയ ആളുകൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും പറ്റാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതും ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഏതായാലും ട്രെയിൻ ഇവർക്ക് മുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണോ? ഈ ദൃശ്യങ്ങൾ വ്യക്തമായി പിടികിട്ടുന്നില്ല നമുക്ക്. ട്രെയിൻ അതിന്റെ മുൻഭാഗം ഇവരുടെ ദേഹത്തിന് മുകളിലേക്ക് കയറി എന്ന് തോന്നുന്നു അല്ലേ? അതെ 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 ലക്ഷ്മി, അതായത് ട്രെയിൻ നിർത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും പെട്ടെന്ന് അവർ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ട്രെയിൻ ഇവർ കിടന്ന പാളത്തിന് മുകളിൽ കൂടി തന്നെ കുറച്ചു നേരം സഞ്ചരിച്ചതിന് ശേഷമാണ് ട്രെയിൻ നിർത്താൻ കഴിഞ്ഞത്. ട്രെയിനിന്റെ അടിയിൽ ഇവർ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ ഈ ലോക്കോ പൈലറ്റായ സുജിത്ത് പെട്ടെന്ന് ഇറങ്ങി ടോർച്ച് വെച്ച് നോക്കിയപ്പോൾ പക്ഷെ അവർക്ക് പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ സ്വയമേ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. ഇവർ മദ്യപിച്ചതിന് ശേഷം അങ്ങനെ റെയിൽവേ ട്രാക്കിൽ തന്നെ കിടന്നു പോയതാണ് എന്നാണ് പറയുന്നത്. ലോക്കോ പൈലറ്റുമാർ തന്നെ പറയുന്നത് ഈ രണ്ടുപേർക്ക് ഇങ്ങനെ ട്രെയിനിന്റെ അടിയിൽ കുടുങ്ങിയാൽ സാധാരണഗതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇത് അത്ഭുതകരമായി തന്നെ ഇവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ഒരാളൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാലും കിടന്നാലും സ്വാഭാവികമായും അതിന്റെ അടിയിലുള്ള ഒരു സ്പേസ് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സ്പേസ് അതിന്റെ അടിയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ രണ്ടുപേർ കുടുങ്ങിയിട്ടും അവർക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് ആണ് ലോക്കോ പൈലറ്റുമാരും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ലോക്കോ പൈലറ്റുമാരുടെ ഒരു ശ്രദ്ധ കൂടി ഇതിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവർ കണ്ടതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഓണടിച്ച് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അത് മാറുന്നില്ല എന്ന് കണ്ടതോടുകൂടി അവരെ ഇടിക്കുന്നതിന് മുമ്പ് നിർത്താനുള്ള ശ്രമം നടത്തി നോക്കി. പക്ഷെ എങ്കിൽ പോലും അവരെ കടന്നാണ് നിന്നതെങ്കിൽ പോലും പക്ഷേ ഒരു രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം അതുമൂലം ഉണ്ടായി എന്ന് നമുക്ക് എന്തായാലും പറയാൻ കഴിയും. ശനിയാഴ്ച രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ റെയിൽവേ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്ത് മറ്റ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലായി തന്നെ നമുക്കിതിനെ കണക്ക് കൂട്ടാൻ കഴിയും. ലക്ഷ്മി, ലോക്കോ പൈലറ്റുമാരുടെ സമയോചിതമായ ഇടപെടൽ കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രണ്ടുപേർ റെയിൽവേ ട്രാക്കിൽ മദ്യപിച്ച് കിടന്നുറങ്ങിപ്പോയതാണ്. ഇരുവരുടെയും മുകളിലേക്ക് ഒരല്പദൂരം ട്രെയിൻ കുറച്ച് കയറുകയും ചെയ്തു. പക്ഷേ അവർ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വളരെ വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആലുവ അങ്കമാലി റൂട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് ശനിയാഴ്ച രാത്രി. വിവരങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ്.